കമ്മിങ് ടു ഹേമ കമ്മിറ്റി, ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇവിടെ വന്നത്, അത് പുറത്തു വരികയും അതിനെക്കുറിച്ചുള്ള ചർച്ചകളിലെ എങ്ങനെയാണ് സെറീൻ കാണുന്നത് ആസ് എൻ ആക്ടർ ഹു ഇസ് പ്രോബബ്ലി വർക്ക് ഇൻ അതർ ഇൻഡസ്ട്രീസ് ആൻഡ് ഓൾസോ സമൺ ഹു ഇസ് ഇൻ ദി ഇൻഡസ്ട്രി? ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു റെസ്പോൺസ് ആണ്, എന്തുകൊണ്ട് ആ സമയത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇത് ഹേമ കമ്മിറ്റിക്ക് മുന്നേയും ഒരു ഇൻസിഡന്റിനെ പറ്റി, നമുക്ക് പറ്റിയ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ഒരു റെസ്പോൺസ് ആണ്. ബട്ട് ഹൗ കെൻ യു, അതാണോ നമ്മുടെ ഒരു റെസ്പോൺസ്? കാരണം ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ തന്നെ കുറേ സമയം എടുക്കുമല്ലോ. ആൻഡ് ട്രോമ ഹാസ് നോ ടൈം ലിമിറ്റ് ഓർ യു ക്യാൻ ടോക്ക് അബൌട്ട് ഇറ്റ് എനി ടൈം. അത് സംസാരിക്കാൻ തന്നെ കുറേ സമയം എടുക്കുന്നുണ്ട്. നമ്മുടെ ബോഡി പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, മെന്റലി പ്രോസസ് ആവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഐ ഡോണ്ട് ലൈക്ക് ഹൗ പീപ്പിൾ ടോക്ക് അബൌട്ട് ഇറ്റ് ദാറ്റ് വേ. ഇതിനൊരു ഐ ലൈക്ക് ദാറ്റ് ഇതിനെപ്പറ്റി ഒരു കോൺവെർസേഷൻ ഒക്കെ വന്ന് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പല പല ഇഷ്യൂസിനെ പോലെ അതും പോയിട്ടുണ്ട്. ഇറ്റ് ഹാസ് ഡൈഡ് ഡൗൺ. ആ ചർച്ച പോയിട്ടുണ്ട്. ഇപ്പൊ സെറീൻ്റെ ഒബ്സർവേഷനിൽ ഇപ്പം മലയാളം ഇൻഡസ്ട്രിയിൽ, ഞാനൊരു ജെൻഡർ സ്പെസിഫിക് ആയിട്ട് പറയല്ല, വേണമെങ്കിൽ ജെൻഡറായിട്ടും ആ ലെസ്സിൽ കൂടെയും കാണാം, എന്താണ് വൺ തിങ് ദാറ്റ് യു ലൈക്ക് റിയലി ടു ചേഞ്ച് ഫോർ യു ആസ് എ പെർഫോമർ? പെർഫോമർ ആയിട്ടല്ല, ജസ്റ്റ് ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചേഞ്ചാണ്. ഒരു സ്ത്രീയെ കാണുമ്പോൾ, ഒരു സ്ത്രീയുടെ ഒരു വിഷയത്തിനെ പറ്റി, അവരുടെ ഇഷ്യൂവിനെ പറ്റി സംസാരിക്കുമ്പോൾ ഉടനെ എല്ലാവരും, നിങ്ങളുടെ വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ, ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? അത് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. എന്തിനാണ് അവരൊരു വ്യക്തിയായിട്ട് കണ്ടൂടെ? അവരെ ഒരു യു ഹാവ് ടു ഹാവ് ദാറ്റ് അറ്റാച്ച്മെന്റ് ഓഫ് ഒരു അമ്മയെ പോലെ കാണണം, ചേച്ചിയെ പോലെ കാണണം, മോളെ പോലെ കാണണം. കുറച്ച് എമ്പതി കാണിക്കാൻ അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അവര് ഒരു ഇൻഡിവിജ്വൽ ആണ്. ഓൾ ഇൻഡിവിജ്വൽസ് ഡിസേർവ് റെസ്പെക്ട് ഓൺ എ ഫണ്ടമെന്റൽ ലെവൽ. അങ്ങനെ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യണം. അല്ലാതെ ഒരു സ്ത്രീ ആയതുകൊണ്ട്, അമ്മ ആയതുകൊണ്ട് ആ ഒരു കൺസെഷൻ കൊടുക്കണം, മോളായതുകൊണ്ട് കൺസെഷൻ കൊടുക്കണം. ഇറ്റ് ഡസൻ വർക്ക്. ദാറ്റ് വാസ് വെരി റിഫ്രഷിംഗ് ഫോർ മീ ഇൻ ആട്ടം, ബിക്കോസ് അവരെന്നെ അങ്ങനെയല്ല കണ്ടത്. ഒരു മോളെ പോലെ, ഒരു അനിയത്തെ പോലെ ഒന്നും അല്ല കണ്ടത്. ഒരു ആർട്ടിസ്റ്റ്, ഒരു ഷീസ് എൻ ഇൻഡിവിജ്വൽ, ഷീസ് എൻ ആർട്ടിസ്റ്റ്. അവർക്ക് അതിൻ്റെതായ സമയവും റെസ്പെക്റ്റും എല്ലാം കൊടുക്കണം. ദാറ്റ്സ് ഹൗ ദേ അപ്രോച്ച്ഡ് മീ. ഓൾ ഓഫ് ദം, വിച്ച് വാസ് ഗ്രേറ്റ്. അതിൻ്റെതായ, അപ്പോഴാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഫ്രീഡവും ആ ക്വാളിറ്റി അതിൻ്റെ ഔട്ട്പുട്ടിലും ഉണ്ട് കാണാൻ. അതൊരു പക്ഷേ ഇവർ എല്ലാവരും തിയേറ്റർ ഇത്രയും വർഷമായിട്ട് ചെയ്യുന്നതുകൊണ്ട്, ലോകധർമ്മിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ടുള്ള ഒരു അറിവായിരിക്കാം, ഒരു നോളജ് ആയിരിക്കാം. പോസിബിളി കുറച്ച് ബോധവും വിവരവും ഉള്ളതുകൊണ്ടും. ദേ ഇന്ററാക്ട് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് വാക്സ് ഓഫ് ലൈഫ്. അപ്പൊ ആ എക്സ്പോഷറും ഉള്ളത് കൊണ്ട് അപ്പൊ ഈ മറ്റേ സോഷ്യൽ മീഡിയ ചേട്ടന്മാരെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളായിരിക്കുമല്ലോ പൊതുവെ. ഞാൻ കൂടുതലും കാണാറില്ല. സോഷ്യൽ മീഡിയ ആയിട്ട് എന്താണ് റിലേഷൻഷിപ്പ്? കാരണം ഇപ്പൊ എല്ലാം PR മെഷീനറിയും ഒരു സോഷ്യൽ മീഡിയ ഓവർ ഡ്രൈവിന്റെ കാലത്ത് നിൽക്കുമ്പോൾ സെറീൻ എന്താണ്, വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് സോഷ്യൽ മീഡിയ? കാരണം ഞാൻ നോക്കിയിട്ട് ഞാൻ അധികം ഒന്നും കണ്ടില്ല സോഷ്യൽ മീഡിയയിൽ. ഞാൻ പേരിനും വേണ്ടിയാണ് ചെയ്യുന്നത്. അത് കൂടുതലും അതിൽ നിന്നും, ആ സ്പേസിൽ നിന്നും മാറി നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അവിടെ പോകുമ്പോൾ, ആ സ്പേസിലേക്ക് കയറുമ്പോൾ ഇറ്റ്സ് വെരി വെരി ഡേഞ്ചറസ്. കോവിഡ് സമയത്ത് കുറേ കുട്ടികൾ അവരുടേതായ ഒരു സോഷ്യൽ സ്പേസ് തന്നെ ഓൺലൈൻ മീഡിയയിലായിരുന്നു. അവരുടെ ഫ്രണ്ട്ഷിപ്സും അവർ ഫോസ്റ്റർ ചെയ്ത ഓരോ ബന്ധങ്ങളും എല്ലാം ഓൺലൈനായി. അവർക്ക് ഓഫ്ലൈൻ വേറൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഇറ്റ്സ് സോ ഡേഞ്ചറസ്. ഇത്രയും അൺമോണിറ്റേർഡ് ആയിട്ടുള്ള സ്പേസിലാണ് ഓരോ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി സെലിബ്രിറ്റീസ് ആണെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും അതിലേക്ക് ലാച്ച് ഓൺ ചെയ്യുകയും ആ ഒരു ഇഷ്യൂവിനെ സപ്പോർട്ട് ചെയ്യുകയും വിതൗട്ട് പ്രോബബ്ലി അനലൈസിങ് ആൻഡ് ഗിവിംഗ് ഇറ്റ് ദ ടൈം, റീഡിംഗ് അപ്പ് അബൌട്ട് ഇറ്റ്, ആൻഡ് വിതൗട്ട് ഈവൻ ഗിവിംഗ് ഇറ്റ് ദ ടൈം ഫോർ അതിന്റെ ഇവോൾവ് ആവാനുള്ള സമയം പോലും കൊടുക്കാതെ എടുത്തു ചാടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിനാരിയോയിലാണ് ഇപ്പൊ നിൽക്കുന്നത് സെറീൻ. പക്ഷെ അത് അവരുടെ കരിയറെ പുഷ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. Do you agree with that and do you see that it helps people like that? അത് മീഡിയയും ഇൻവോൾവ് ആയിട്ടുള്ളതാണ്. കാരണം ഈ ആക്ടേഴ്സിനോടും സെലിബ്രിറ്റീസിനോടും ഇൻഫ്ലുവൻസേഴ്സിനോടും അവർക്ക് ഇവന്റിൽ വരുമ്പോൾ ഉടനെ തന്നെ ആ ആഴ്ചയിലുള്ള ഏറ്റവും വലിയ ഹോട്ട് ടോപ്പിക്കിനെ പറ്റി ചോദിക്കും. അതും ആ ഇവന്റ് തമ്മിൽ ഒരു ബന്ധവുമില്ല. ബിക്കോസ് അവർ നോക്കുന്നത് ഒരു റിയാക്ഷന് വേണ്ടിയാണ്, റെസ്പോൺസിന് വേണ്ടിയല്ല. ഒരു ഇൻഫോംഡ് റെസ്പോൺസ് അല്ല അവർ നോക്കുന്നത്. പെട്ടെന്ന് അയാളെ സ്പോട്ടിലാക്കിയിട്ട് ഒരു റിയാക്ഷൻ, ഒരു റീലാക്കി പുറത്തുവിടാനാണ് അവരുടെ ആഗ്രഹം. സോ ഓൾ ഓഫ് ദീസ് ഫാക്ടേഴ്സ് ആർ വർക്കിംഗ് ടുഗെദർ
ലൈക്ക് ദിസ്. ആൻഡ് ഈ മെഷീനറി ഇറ്റ്സ് ക്വൈറ്റ് നാസ്റ്റി ഓണസ്റ്റ്ലി. ഞാൻ അതിൽ നിന്നും കുറച്ച് മാറി നിൽക്കാനാണ് നോക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റെഡിറ്റിൽ കുറച്ച് വിയേർഡ് സാധനങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് അയക്കും. അപ്പോൾ ഹാ 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 ഓക്കെ നൈസ് നൈസ്, പിന്നെ സ്വിച്ച് ഓഫ്.